സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. യേശുക്രിസ്തു നമ്മോട് പറഞ്ഞു തന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സാരാംശമാണ് ജീവിതത്തിൻ്റെ മാറ്റമെന്നത്. ഇത് ഹൃദയത്തിൻ്റെ അന്തരംഗങ്ങളെ സംബന്ധിച്ചുള്ള ഭക്തിയാണ്. നമ്മുടെ മനസ്സിന് മാറ്റം സംഭവിക്കാതെ നാം എത്ര ദൈവിക കൂട്ടായ്മയ്ക്ക് വന്നാലും മീറ്റിങ്ങിന് വന്നാലും എത്രത്തോളം വന്നിരുന്ന് നാം ദൈവത്തിൻ്റെ വചനങ്ങൾ കേട്ടാലും എത്ര സ്തോത്രകാഴ്ച കൊടുത്താലും ദൈവദാസൻ പ്രാർത്ഥിച്ച് എത്രത്തോളം നിങ്ങൾക്ക് സൗഖ്യം ലഭിച്ചാലും നിങ്ങൾ സ്വർഗത്തിൽ മാത്രം പോകില്ല. എന്താണ്? ഒരു ക്യാൻസർ രോഗിക്ക് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചാൽ, പ്രാർത്ഥിക്കുന്നവർക്ക് വിശ്വാസമുണ്ടെങ്കിൽ സൗഖ്യം പ്രാപിക്കാൻ കഴിയും. പ്രാർത്ഥനയിൽ കൂടി സൗഖ്യം പ്രാപിക്കുവാൻ കഴിയും. എന്നാൽ ഹൃദയത്തിന് മാറ്റമുണ്ടാകുന്നില്ല എങ്കിൽ അറിയാമോ, നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകില്ല. ജോലിയില്ലാതെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ കഷ്ടതയിലായിരിക്കുമ്പോൾ കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ കർത്താവ് വിടുവിക്കും. കർത്താവ് നല്ല ജോലി നൽകും, ഹല്ലേലൂയ എന്ന് പറയും. ആദ്യത്തെ സാലറി ദൈവത്തിന് കൊടുക്കും, നല്ലതാണ്. എന്നാൽ സ്വർഗത്തിലേക്ക് മാത്രം പോകില്ല. സ്വർഗത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പാപക്ഷമ പ്രാപിക്കണം. മനുഷ്യനെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടിയാണ് സ്വർഗത്തെ വിട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. നമ്മുടെ പാപത്തിൻ്റെ പ്രായശ്ചിത്തമായിട്ട് തൻ്റെ പ്രാണനെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് മരണത്തിൻ്റെ ബലമുള്ള കാര്യത്തിൽ നിന്ന് മരണത്താൽ തന്നെ വിടുതൽ പ്രാപിച്ചു. മരിച്ചുയർത്തെഴുന്നേറ്റ് ഞാൻ തന്നെയാകുന്നു വഴിയും സത്യവും ജീവനുമെന്നും എന്നിൽ കൂടിയല്ലാതെ ആരും സ്വർഗത്തിലേക്ക് കടക്കുന്നില്ല എന്ന് നമ്മോട് അരുളി ചെയ്തും നമുക്ക് വേണ്ടി സ്വർഗത്തിലേക്കുള്ള വഴി അവൻ തുറന്നു തന്നു. നിങ്ങൾ പറയുക, സ്വർഗം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്താമോ? അത് മാത്രം എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. ശരി, നരകമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്താമോ? വണ്ടർഫുൾ. സ്വർഗം എത്ര കാലം ഉണ്ടായിരിക്കും? പറയുക, യുഗയുഗാന്തരങ്ങളോളം. അതിനൊരു അവസാനമില്ല. ശരിയല്ലേ? നരകം എത്ര കാലത്തേക്കാണുള്ളത്? 3 മാസമോ 6 മാസമോ? 3 മാസം എണ്ണയിലിട്ട് തിളപ്പിച്ച് 6 മാസം തീയിൽ പിന്നിട്ടിട്ട് ശരി കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ പിന്നെ സ്വർഗത്തിലേക്ക് കയറ്റിവിടും എന്നാണോ? അത് നടക്കില്ല. മനുഷ്യൻ ഒരിക്കൽ മാത്രമാണ് മരിക്കുന്നത്. അതിനുശേഷം ന്യായവിധി. നമുക്കറിയാം, ആ പാവം ധനവാനെക്കുറിച്ച് നരകത്തിൽ കിടന്ന് പ്രാർത്ഥിക്കുകയാണ്, നിലവിളിക്കുകയാണ്. പിതാവായ അബ്രഹാമേ, അവിടെ കിടന്ന് നിലവിളിക്കുകയാണ്. എന്നാൽ അബ്രഹാം എന്താണ് പറയുന്നത്? ഇവിടെയുള്ളവർക്ക് അങ്ങോട്ടും അവിടെയുള്ളവർക്ക് ഇങ്ങോട്ടും കടക്കുവാൻ കഴിയാതെ വണ്ണം ഇതിൻ്റെ നടുവിൽ ഒരു വലിയ പിളർപ്പ് ഉണ്ട്. അതുകൊണ്ട് മരണത്തിന് ശേഷം സ്വർഗത്തിലുള്ള ആളുകൾക്ക് നരകത്തിലേക്കോ നരകത്തിലുള്ളവർക്ക് സ്വർഗത്തിലേക്കോ പോകുവാനായിട്ട് കഴിയില്ല. എന്നാൽ നിങ്ങൾക്കറിയാമോ, ഈ ഭൂമിയിലായിരിക്കുന്നിടത്തോളം സമയം നരകത്തിന് യോഗ്യരായിരിക്കുന്ന നമുക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള അവസരമുണ്ട്. സ്വർഗത്തിൽ പോകേണ്ട നാം കർത്താവിനെ വിട്ടുകളഞ്ഞാൽ നരകത്തിലേക്ക് പോകേണ്ട സാഹചര്യവും ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മുടെ രക്ഷയെ വളരെ ജാഗ്രതയോടെ നാം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. അതെവിടെ വരെയാണ് കൊണ്ടുപോകേണ്ടത്? ഇവിടെ വരെയാണ്. മരണം വരെയും വിശ്വസ്തനായിരിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് ജീവകിരീടം നൽകുമെന്ന് പറയുന്നു. എന്തുകൊണ്ടോ ഈ കാലത്തുള്ള ക്രിസ്തീയ വിശ്വാസികൾക്ക് എല്ലാമുണ്ട്, എന്നാൽ അവരുടെ ജീവിതത്തിൽ വിശ്വാസം ഇല്ല. അവരുടെ ഭക്തിയും ആരാധനയും എല്ലാം അവർ ചെയ്യും, എന്നാൽ ഹൃദയത്തെ മാത്രം അവർ ശുദ്ധിയായി വയ്ക്കുകയില്ല. എന്നാൽ ഇത് വളരെ അത്യാവശ്യമുള്ളതാണ്. ക്രിസ്തീയ വിശ്വാസികളുടെ ജീവിതത്തിൽ ഹൃദയശുദ്ധി ഏറ്റവും അത്യാവശ്യമാണ്. ദൈവത്തിൻ്റെ വചനമാകുന്ന കണ്ണാടിയിൽ നമ്മുടെ അവസ്ഥയെക്കുറിച്ച് നാം തീർച്ചയായും പരിശോധിക്കണം. ഒരു രോഗമെന്താണെന്ന് കണ്ടുപിടിക്കുന്നതിൽ പരിശോധന നടത്തുന്നതാണ് ഏറ്റവും പ്രയാസമുള്ളത്.
ഒരു രോഗമെന്താണെന്ന് കണ്ടുപിടിക്കുന്നതാണ് പ്രയാസം. രോഗമെന്താണെന്ന് കണ്ടുപിടിച്ചാൽ ചികിത്സ കൊടുക്കുന്നത് എളുപ്പമുള്ളതാണ്. രോഗം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഡോക്ടർ സ്കാനിങ് ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ്, എക്സ്റേ എന്നൊക്കെ പറയുന്നത്. അതുപോലെ യൂറിൻ ടെസ്റ്റ് നടത്തും. അതുപോലെ പലവിധമായ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് അവസാനം ഒരു 20,000 രൂപ ബില്ലും ഇട്ടുതരും. വീട്ടിൽ പോകുമ്പോൾ 20 രൂപ പോലും കാണുകയില്ല. ആ രോഗം എന്താണെന്ന് പരിശോധിക്കാനാണ് ഇത്രയും ടെസ്റ്റുകൾ നടത്തിയത്. എന്നാൽ ആ ഗുളികയ്ക്ക് പോലും അധികം വിലയൊന്നുമില്ല. ചികിത്സ ചെയ്യുന്നത് എളുപ്പമാണ്, എന്നാൽ രോഗം എന്താണെന്ന് മനസ്സിലാക്കണം. നമുക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ രോഗം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിൽ ആത്മീയ രോഗങ്ങൾ ഒരുപാടുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ചിലർക്കത് വളരെ വലുതാണ്. ചിലർക്ക് മദ്യപാനത്തിൻ്റെ രോഗം, പുകവലിയുടെ രോഗം, അതുപോലെ വ്യഭിചാരത്തിൻ്റെ രോഗം, ചിലർക്ക് അഹങ്കാരമുണ്ട്, ചിലർക്ക് അസൂയയുണ്ട്. എല്ലാവർക്കും ചെറിയ ചെറിയ രോഗങ്ങൾ ഉള്ളതാണ്. കുട്ടിപ്പിശാചും അതുപോലെ വലിയ പിശാചും കാണുന്നത് പോലെ ഇവയെല്ലാം തന്നെ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വളരെ തടസ്സം ചെയ്തുകൊണ്ടിരിക്കുന്നവയാണ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയശുദ്ധിയെ കാക്കുന്നതാണ് ക്രിസ്തീയ ജീവിതത്തിലെ പ്രധാനപ്പെട്ട വിഷയം. റിപ്പൻറ്റ്, പശ്ചാത്തപിക്കുക, അതുപോലെ മാനസാന്തരം. ഇന്ന് മാനസാന്തരം എന്ന് പറയുന്നത് തന്നെ പാസ്റ്റർമാരെ സംബന്ധിച്ച് പഴയ ഭാഷനായി മാറിയിരിക്കുന്നു. ഇന്നത് വിട്ടിട്ട് അഭിഷേകം എന്ന് മാത്രമാണ് പറയുന്നത്. അഭിഷേകം എപ്പോഴാണ് വരുന്നത്? മാനസാന്തരപ്പെട്ടതിന് ശേഷമാണ് അഭിഷേകം വരുന്നതല്ലാതെ പാപത്തിന് മേലിലേക്ക് ഒരിക്കലും അഭിഷേകം വരികയില്ല. അന്ന് നോഹ പെട്ടകത്തിൽ നിന്ന് ഒരു പ്രാവിനെ ജലനിരപ്പ് താന്നോ എന്നറിയുവാൻ വേണ്ടി പുറത്തുവിട്ടു. എന്നാൽ പ്രാവ് പോയി ഒരുപാട് സ്ഥലങ്ങളിൽ കറങ്ങി പറന്നിട്ട് അവസാനം തിരികെ വരുവാനിടയായി. അതിന് കാൽ വയ്ക്കുവാൻ, അതിനെ ചവിട്ടുവാൻ വേണ്ടി നല്ല ശുദ്ധിയുള്ള സ്ഥലങ്ങളൊന്നും കണ്ടില്ല. എല്ലായിടത്തും അഴുകിയ ശവങ്ങളും മറ്റും പൊങ്ങിക്കിടക്കുന്നത് കൊണ്ട് എവിടെയും പ്രാവിന് കാലുകുത്തുവാൻ നല്ല സ്ഥലം കണ്ടില്ല. അങ്ങനെ പ്രാവിനെ അയച്ചു. അതിനുശേഷം കാക്കയെ അയച്ചു. അത് തിരികെ വന്നോ? രക്ഷപ്പെട്ടു. ഇത്രയും ദിവസം ഈ നോഹയുടെ പെട്ടകത്തിൽ വെജിറ്റേറിയൻ മാത്രമാണ് തിന്നത്, നോൺ വെജിറ്റേറിയൻ കിട്ടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് അത് തിരികെ വന്നില്ല. അഴുകിയതൊക്കെ കഴിച്ച് അവിടെ തന്നെ നിന്നു. അതുപോലെ പാപം ചെയ്യുന്നവരെ പിടിച്ചു തിന്നാൻ പിശാചിരിക്കുന്നു എന്ന് പറഞ്ഞ് കാക്കയെപ്പോലെയല്ല പിശാചിരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, പിശാച് എന്ന് പറയുമ്പോൾ നാം പലപ്പോഴും വിചാരിക്കും വികൃതമായ രൂപമാണ്. എന്നാൽ പിശാച് അത്രത്തോളം വികൃതമുള്ളവനല്ല. നാം പിശാച് എന്ന് പറയുമ്പോൾ വളരെ ക്രൂരമായ വികൃതമായ ഒരു രൂപം, ഒരു കൊമ്പൊക്കെ ഉണ്ട്. എന്നാൽ പിശാച് അത്രത്തോളം വികൃതമല്ല. എന്നാൽ ഒരുപക്ഷേ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തിയതിന് ശേഷം അങ്ങനെ ആയിരുന്നിരിക്കാം. നേരത്തെ അവൻ വളരെ മനോഹര രൂപിയായിരുന്നു, സൗന്ദര്യമുള്ളവനായിരുന്നു. എന്നാൽ മനുഷ്യനെ വഞ്ചിച്ച് അവനെ ചതിയിൽപ്പെടുത്തി നശിപ്പിക്കുന്നവനാണ്. അവൻ വളരെ ക്രൂരനാണ്, ദുഷ്ടതയുള്ളവനാണ്. ശ്രദ്ധിക്കുക, പ്രാവ് നിന്റെ മേൽ വരണമെങ്കിൽ ഒരു വിശുദ്ധി നിന്റെ മേൽ ഉണ്ടായിരിക്കണം. ആ പ്രാവിനെ രണ്ടാമത് തുറന്നുവിട്ടപ്പോൾ അത് പറന്നു പോയിട്ട് ഒരു ചെറിയ തളിരിലയുമായിട്ട് വരുവാൻ ഇടയായി. ശ്രദ്ധിക്കുക. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ മേൽ വരണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ ഹൃദയത്തെ യേശുവിൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കണം, അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. അത് ബൈബിളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയുന്നുണ്ടെങ്കിൽ അവൻ നമ്മോട് ക്ഷമിക്കുവാൻ വിശ്വസ്തനായ ദൈവമാണ്. അവൻ നമ്മെ സകല അനീതിയിൽ നിന്നും നമ്മെ വിടുവിച്ച് വിശുദ്ധരാക്കി മാറ്റുവാനിടയാകും. ക്രിസ്ത്യതയിലെ ആദ്യ അക്ഷരങ്ങളാണിത്. എന്നാൽ ഇന്നുള്ള പ്രസംഗികർ എന്താണ് ചെയ്യുന്നത്? ആദ്യ അക്ഷരങ്ങൾ പഠിപ്പിക്കാതെ അവസാനത്തെ അക്ഷരങ്ങളാണ് പഠിപ്പിക്കുന്നത്. XYZ എന്ന് പഠിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് 26 അക്ഷരങ്ങൾ പഠിപ്പിക്കാതെ തന്നെ അവസാനത്തെ XYZ എന്ന് പഠിപ്പിച്ചാൽ എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? എന്താണ് അതിൻ്റെ അർത്ഥം? XYZ എന്ന് പഠിപ്പിക്കുമ്പോൾ അവരെന്തൊക്കെയോ ചെയ്യുകയാണ്. അവരെന്തൊക്കെയോ എല്ലാവരും ചെയ്യുന്നത് കണ്ടുകൊണ്ട് എന്തൊക്കെയോ മിക്സ് ചെയ്ത് പറയുകയാണ്. എന്തൊക്കെയോ തമാശകൾ, എന്തൊക്കെയോ ഇമോഷനുകൾ, പുതിയ സ്പിരിറ്റ്. നോ. യുഗങ്ങൾ മാറിയാലും തലമുറകൾ മാറിയാലും മാറാത്തവനാണ് നമ്മുടെ യേശുക്രിസ്തു. അവൻ്റെ രീതികൾ മാറുകയില്ല. അവൻ മനുഷ്യനെ മാറ്റുന്നവനാണ്, മനുഷ്യരെ പശ്ചാത്തലത്തിലേക്ക് നടത്തുന്നവനാണ്, പുതിയ ജീവിതം കൊടുക്കുന്നവനാണ്. യേശുവിലേക്ക് നോക്കുക. നിങ്ങൾ നന്നായിട്ട് ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുക. മറ്റേത് പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ദൈവവചനം ദിവസവും വായിക്കുക. ദിവസം 3 അധ്യായങ്ങൾ, ഞായറാഴ്ച 5 അധ്യായങ്ങൾ വെച്ച് വായിച്ചാൽ 1 വർഷം കൊണ്ട് ബൈബിൾ പൂർണ്ണമായി വായിക്കാൻ കഴിയും. ബൈബിൾ നല്ലവണ്ണം വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭക്തിയിൽ ബാലൻസ് ചെയ്യുവാൻ കഴിയും. ഞാൻ 43 വർഷമായിട്ട് ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോഴും എനിക്ക് ഇതിൽ മനസ്സിലാകാത്തതായ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒരുപാട് ആഴമായി ഇനിയും പഠിക്കേണ്ടതുണ്ട്.
നമുക്ക് ബൈബിളിനെക്കുറിച്ച് പുറമേയുള്ള കുറേ വിവരങ്ങൾ അറിയായിരിക്കാം. ഇത് 1600 വർഷങ്ങൾ കൊണ്ട് എഴുതിയതായ പുസ്തകമാണ്. 40 ഗ്രന്ഥകർത്താക്കൾ 3 വ്യത്യസ്ത ഭാഷകളിൽ എഴുതിയിരിക്കുന്നു. ഇതിൽ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, അങ്ങനെ ഈ പുസ്തകങ്ങളെക്കുറിച്ചെല്ലാം പറയാനിടയാകും. എന്നാൽ ഇതിലടങ്ങിയിരിക്കുന്നതായ വിഷയങ്ങൾ, വരികൾക്കിടയിലായിട്ട് പരിശുദ്ധാത്മാവ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നതായ മർമ്മങ്ങൾ, ഓരോരോ സന്ദർഭത്തിലും ആവശ്യമായ പരിഹാരങ്ങൾ, സൊല്യൂഷൻസ്, അവയെല്ലാം ബൈബിളിലുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ബൈബിളിലേക്ക് തിരിയുക. ബൈബിളിൽ നിനക്ക് അതിനാവശ്യമായിട്ടുള്ളതായ പരിഹാരങ്ങൾ ലഭിക്കുന്നതാണ്. സാഹചര്യങ്ങൾ മാറിമറിയുമ്പോൾ, മനുഷ്യർ നമുക്കെതിരായിട്ട് തിരിയുന്ന സമയത്ത്, ജീവിതത്തിൽ നാം പ്രതീക്ഷിക്കാത്തതായ പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരുന്നതായ സമയത്ത്, തളർന്നു പോകുമ്പോൾ, ജീവിതത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നതായ സമയത്ത്, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ടിങ്ങനെ വന്നു എന്നുള്ളതായ ചോദ്യങ്ങൾ നമ്മെ വേട്ടയാടുന്ന സമയത്ത്, വിശുദ്ധ വേദപുസ്തകം വായിച്ചാൽ സകല വിഷയങ്ങൾക്കും ശരിയായ പരിഹാരം ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് ലഭിക്കും. ബൈബിൾ വായിക്കുക, കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുക, ഹൃദയശുദ്ധി നാം കാക്കുക. നാം അന്ത്യകാലത്തായിരിക്കുന്നു. ദുരുപദേശക്കാർ ഒരുപാട് പേർ വരുന്നുണ്ട്. എല്ലാവരുടെയും ഉപദേശം വിശ്വസിക്കാതെ ഏതാത്മാവിനാൽ ഇത് സംസാരിക്കപ്പെടുന്നു എന്ന് പരിശോധിക്കുക. ഞങ്ങൾ പ്രസംഗിക്കുന്നതായ വിഷയങ്ങൾ വേദപുസ്തകത്തിൽ ഉണ്ടോ എന്ന് വ്യക്തമായിട്ട് നിങ്ങൾ പരിശോധിച്ചുറപ്പുവരുത്തണം. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് നാം ആയിരിക്കുന്നത്. യേശുക്രിസ്തു മാറാത്ത ദൈവമാണ്. ഈ ലോകത്തിലായിരിക്കുന്ന സകല മനുഷ്യരും മാറിപ്പോകുന്നവരാണ്. ദൈവദാസന്മാരായിരിക്കുന്ന ഞങ്ങൾ പോലും മാറിപ്പോകുവാനിടയാകും. എന്നാൽ ദൈവം, കർത്താവ് മാറാത്ത ദൈവമാകുന്നു. അവനിൽ ആശ്രയിക്കുക. വേണമെങ്കിൽ ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കുന്ന ദൈവദാസന്മാരെ അനുസരിക്കുക. എന്നാൽ ആദ്യത്തെ സ്ഥാനം എപ്പോഴും കർത്താവിനായിരിക്കണം. യേശുവിനെ സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് അവന്റെ സാന്നിധ്യം നഷ്ടപ്പെടുകയാണെങ്കിൽ അവർക്കത് സഹിക്കുവാൻ കഴിയുകയില്ല. ദാവീദ് ചെറുപ്പം മുതൽ തന്നെ ദൈവത്തെ സ്നേഹിച്ചവനാണ്. ദൈവത്താൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടു, വലിയൊരു ചക്രവർത്തിയായിട്ട് മാറി, ദൈവത്തിന്റെ നന്മ പ്രാപിച്ചു. എന്നാൽ യുദ്ധത്തിന് പോകേണ്ടതായ സമയത്ത് പോകാതെ ഉറങ്ങി പട്ടാപ്പകൽ കിടന്ന് ഉറങ്ങിയിട്ട് പിന്നീട് എഴുന്നേറ്റ് മാളിക മുകളിൽ കയറി അവൻ താഴേക്ക് നോക്കുകയാണ്. പർവ്വതത്തിലേക്ക് നോക്കിയ മനുഷ്യൻ എന്തുകൊണ്ടാണ് താഴേക്ക് നോക്കിയതെന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ ഹൃദയത്തോട് ചോദിക്കാറുണ്ട്. ഒറ്റ വിഷയത്തിൽ ദൈവത്തിൽ നിന്ന് നാം മാറിപ്പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതം മുഴുവനും താറുമാറാകാനിടയാകും. യുദ്ധത്തിന് പോകാത്തവൻ ഒന്നുമല്ലെങ്കിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ഇരിക്കേണ്ടിയിരുന്നു. മോശ യുദ്ധത്തിന് പോയില്ല. വിശ്വാസികളാണ് യുദ്ധം ചെയ്യാനിടയായത്. മോശയുടെ സൈനികരായ യോശുവയും ടീമും യുദ്ധം ചെയ്യുന്നതായ സമയത്ത് മോശ കൈ ഉയർത്തി പ്രാർത്ഥിച്ചു, ഉറങ്ങിയില്ല. എന്നാൽ ഇവിടെ ദാവീദ് ഞാൻ മഹാരാജാവായെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും യുദ്ധത്തിന് വിട്ടിട്ട് അവൻ കിടന്ന് ഉറങ്ങാനിടയായി. ഉച്ചയ്ക്ക് കിടന്നുറങ്ങി എഴുന്നേൽക്കുമ്പോൾ എന്തൊരു ക്ഷീണമായിരിക്കും അല്ലേ? ഉച്ചയ്ക്ക് കിടന്നുറങ്ങി വൈകുന്നേരം എഴുന്നേറ്റ സമയത്ത് ഒരുപാട് ക്ഷീണമായിരുന്നു. അങ്ങനെ അവൻ മുകളിലേക്ക് കയറാനിടയായി. അപ്പോൾ ഒരു അയൽക്കാരത്തിയായ സ്ത്രീ, ഒരു സൈനികന്റെ ഭാര്യ, അവിടെ നല്ലൊരു ബാത്റൂമില്ലായിരുന്നു. നമ്മുടെ ഭാരതദേശത്തിൽ നോക്കുമ്പോൾ ശരിയായ ശൗചാലയം ഇല്ലാത്തതായ, അങ്ങനെയുള്ള സൗകര്യങ്ങളില്ലാത്തതായ എത്രയോ കുടുംബങ്ങൾ ഉണ്ട്. എന്നാൽ മൊബൈൽ ഫോൺ ഇല്ലാത്ത ഒരു കുടുംബം പോലുമില്ല. സെൽഫോണാണ് പ്രധാനം, ശൗചാലയമാണ് പ്രധാനം. എന്താണ്? അവൻ കുളിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സ്ത്രീയെ കാണാനിടയായി. അവൻ്റെ മനസ്സ് ചീത്തയായി, അവൻ്റെ ജീവിതം ചീത്തയായി. ദൈവത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടുത്തി. അവൻ പാപം ചെയ്തു, പാപം മറച്ചുവെക്കുവാൻ വേണ്ടി ശ്രമിച്ചു. എന്നാൽ മറച്ചുവെച്ച പാപം ദൈവം വെളിപ്പെടുത്തുവാനിടയായി. സ്വസ്ഥതയില്ല. ശരിയായ സമയത്ത് നാഥാൻ പ്രവാചകൻ വരുവാനിടയായി. ഒരു പാസ്റ്റർ പ്രകാരം പറയാം, നാഥാൻ പ്രവാചകൻ എന്ന് പറയുമ്പോൾ സാത്താന്റെ പ്രവാചകൻ എന്ന്. പിശാച് എത്ര തന്ത്രശാലിയാന്ന് നോക്കുക. ഒരു ദിവസം പ്രസ്സിൽ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നാഥാൻ പ്രവാചകനെക്കുറിച്ച് അച്ചടിച്ച ഭാഗം വന്നപ്പോൾ നാഥാൻ പ്രവാചകൻ എന്ന് എഴുതിയെടുത്ത സ്ഥലത്ത് സാത്താൻ പ്രവാചകൻ എന്ന അക്ഷരം മാറിപ്പോയി. പിന്നെ ആ പുസ്തകം ഞാൻ ക്യാൻസൽ ചെയ്യാനിടയായി. കണ്ടില്ലേ, ഇന്ന് നാഥാൻ പ്രവാചകന്മാരെക്കാൾ കൂടുതൽ സാത്താന്റെ പ്രവാചകന്മാരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവരും പ്രവാചക രൂപത്തിൽ തന്നെയാണ് വരുന്നത്. യേശുവിന്റെ നാമത്തിൽ തന്നെയാണ് വരുന്നത്. വിളിച്ച ദൂതന്റെ വേഷം കെട്ടിയാണ് വരുന്നത്. അവന് സ്വർഗത്തിലെ കാര്യം പുതുമയുള്ളതൊന്നുമല്ല. പിശാച് ബൈബിൾ അറിയാത്തവനല്ല, ബൈബിളിനെക്കുറിച്ച് നന്നായിട്ടറിയാം. ഉൽപ്പത്തി പുസ്തകം മുതലുള്ള ഭക്തന്മാരെക്കുറിച്ചെല്ലാം അറിയാം. ആർക്ക് എന്ത് വീക്ക്നെസ് ഉണ്ടെന്ന് ശരിക്കറിയാവുന്നവനാണ്.
ആരെ എങ്ങനെ വീഴിക്കണമെന്ന്, ആരെ എങ്ങനെ പരാജയപ്പെടുത്തണമെന്ന് അവന് അറിയാം. അതുകൊണ്ടാണ് പിശാചിൻ്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ എന്ന് പറയുന്നത്. യേശുവിനെക്കുറിച്ച് നീ കൂടുതൽ അറിയും തോറും അത്രത്തോളം കൂടുതൽ പിശാചിൻ്റെ തന്ത്രങ്ങളെയും അറിയുവാൻ കഴിയും. കർത്താവിനോട് നീ അടുത്തു വരുന്നതായ സമയത്ത് പിശാച് നിന്നെ വിട്ട് അകന്നു പോകാനിടയാകും. പ്രവാചകൻ വന്ന് പറഞ്ഞതായ സമയത്ത് ഹൃദയം തകർന്ന് നിലവിളിച്ചു, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയുകയും അരുതേ, എൻ്റെ ദോഷത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ, നിനക്ക് എതിരായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ പാപം ചെയ്തിരിക്കുന്നു. അങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുനീരോടെ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ചു. പിന്നീട് ദൈവത്തിൻ്റെ ക്ഷമ നേടി. അതുകൊണ്ടാണ് ദാവീദ് എൻ്റെ ഹൃദയപ്രകാരമുള്ളതായ മനുഷ്യൻ എന്ന് ദൈവം പറയുവാനുമിടയായത്. നീ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നുവെങ്കിലും ഒരു കാലത്ത് നീ രക്ഷിക്കപ്പെട്ടവനായിരിക്കാം. കുറെ കാലം മുമ്പ് നീ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം. എന്നാൽ ഈ ദിവസം ദൈവവുമായിട്ട് നിനക്കൊരു കൂട്ടായ്മയുണ്ടോ? അവൻ്റെ മുഖത്തെ നീ കാണുന്നുണ്ടോ? അവൻ്റെ സ്നേഹം നീ അറിയുന്നുണ്ടോ? അവനുമായിട്ട് നിനക്ക് ബന്ധമുണ്ടോ? എന്താണ്? നമ്മുടെ ഫോണുകൾ ചില സമയത്ത് പ്രവർത്തിക്കില്ല. എന്തുകൊണ്ടാണ് പ്രവർത്തിക്കാത്തത്? എന്തുകൊണ്ടാണ്? ചില സമയത്ത് ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നോ നെറ്റ്വർക്ക് എന്ന് കാണുവാനിടയാകും. നോ നെറ്റ്വർക്ക് പരിധിയിലില്ല എന്ന് കാണാൻ കഴിയും. അതായത് ആ മനുഷ്യൻ ഫോൺ കൊണ്ടുപോയിട്ട് നെറ്റ്വർക്കിൻ്റെ പരിധിയില്ലാത്ത സ്ഥലത്തേക്ക് പോയി. അതുകൊണ്ടത് പ്രവർത്തിക്കുകയില്ല. അതായത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോകുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോകുന്ന സമയത്ത് അവിടെ സിനിമാ ഹാളിൽ ദൈവത്തിൻ്റെ സന്നിധി ഉണ്ടാകുമോ? പറയുക. അവിടെ ചെന്ന് ഹല്ലേലൂയ പാടിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ദിവസം സിനിമ കാണാൻ പാടില്ലെന്ന് ഞാൻ പ്രസംഗിച്ച സമയത്ത് ഒരു സഹോദരൻ എന്നോട് തർക്കിച്ചു. എവിടെയാണ് സിനിമ കാണരുതെന്ന് ബൈബിളിൽ ഉള്ളത്? പറയൂ, എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ഉപദേശിക്കുന്നത് എന്നോട് ചോദിച്ചു. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട് വെറിക്കൂത്ത് നിന്റെ ജീവിതത്തിൽ പാടില്ല എന്ന്. വെറിക്കൂത്തെന്ന് പറയുന്ന സമയത്ത് അത് എവിടെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? ആട്ടവും പാട്ടും. ഇന്ന് യൗവനക്കാരായ ആളുകളെ കൊണ്ടുവന്നിട്ട്, യൗവനക്കാരത്തികളെ കൊണ്ടുവന്ന് നല്ല മേക്കപ്പുകളൊക്കെ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് ആട്ടവും പാട്ടുമൊക്കെയാണ് ചെയ്യുന്നത്. പണ്ടുകാലത്ത് കഴിവുള്ളതായ ഒരുപാട് അഭിനേതാക്കൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ ആധുനിക ലോകത്ത് അഭിനയത്തിന് വലിയ സ്ഥാനമില്ല. ഇന്ന് അവർക്ക് വേണ്ടത് കഴിവുള്ളവരെയല്ല, സൗന്ദര്യമുള്ളവരെ മാത്രമാണ് ആവശ്യമുള്ളത്. അതുപോലെ ആക്ഷൻസ് എല്ലാം ആഡ് ചെയ്ത്, യഥാർത്ഥ ആക്ഷൻസിനൊന്നും ആവശ്യമില്ല, എല്ലാം കുഷ് വേണമെന്ന് പറഞ്ഞ് ആനിമേഷൻ എല്ലാം ചെയ്യുവാൻ കഴിയും. എങ്ങനെ വേണമെങ്കിലും അത് കാണിക്കുവാൻ കഴിയും. എന്താണ്? ടീനേജിലുള്ള ആളുകളെ കൊണ്ടുവന്നിട്ട് യൂസ് ആൻഡ് ത്രോ ടൈപ്പാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അഭിനയത്തിൻ്റെ കാര്യമൊന്നും ആവശ്യമില്ല. അങ്ങനെ പലരുടെയും ജീവിതവും നശിച്ചു പോകുന്നു. എന്താണ്? നാം അത് പോയി കണ്ടിരുന്നാൽ എന്താണ് പ്രയോജനം? അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടതാണ്. അങ്ങനെയുള്ളവരെ കർത്താവിലേക്ക് നേടിയെടുക്കേണ്ടത് ആവശ്യമുണ്ട്. അങ്ങനെയുള്ള അനേകം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇന്ന് അനേകം ആളുകൾ, ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ആളുകൾ, കർത്താവിൻ്റെ സാന്നിധ്യത്തെ വിട്ട് അകന്നു പോകുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നിങ്ങൾക്ക് നഷ്ടമായി പോകുവാനിടയാകുന്നത്. എവിടെയാണ്? ഇരുട്ടിൻ്റെ സ്ഥലങ്ങളിൽ, പിശാചിൻ്റെ ഇടങ്ങളിൽ, ബാറുകളിൽ, അതുപോലെയുള്ള സ്ഥലങ്ങളിൽ, പബ്ബുകളിൽ. എത്രയോ ക്രിസ്ത്യാനികളെ പബ്ബുകളിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. പബ്ബുകളിൽ നിന്ന് പിടിക്കപ്പെട്ടവരുടെ പേര് സെർച്ച് ചെയ്ത് നോക്കുമോ? അതിലെത്ര ക്രിസ്ത്യാനികൾ കാണുമെന്ന് അറിയാൻ കഴിയും. എത്ര ഭയങ്കരമാണത്! ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്ന നാം നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിൻ്റെ ആലയമായിട്ട് കാക്കണം. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമായിരിക്കണം. അല്ലാതെ പിശാചിൻ്റെ ഇടം അല്ലെങ്കിൽ മദ്യപാനത്തിൻ്റെ ഇടമായി തീരുവാൻ പാടില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കാം. അബദ്ധവശാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരികെ പ്രാപിക്കുന്നത് വരെയും കർത്താവിനോട് പ്രാർത്ഥിക്കാം. നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ, എന്നെ വിട്ട് അകന്നിരിക്കരുതേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാം. യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്ന വലിയ ഭാഗ്യമാണ് അവനിൽ കൂടിയുള്ളതായ സംതൃപ്തി, അവനിൽ കൂടിയുള്ള സമാധാനം. അത് ലോകപ്രകാരം ലഭിക്കുന്നതായ സന്തോഷത്തിൽ നിന്നോ, അധികാരത്തിൽ നിന്നോ, വലിയ വലിയ പദവിയിൽ നിന്നോ, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ നിന്നോ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് നമ്മുടെ സമാധാനവും സന്തോഷവും അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് എങ്കിൽ അത് യഥാർത്ഥമായ ക്രിസ്തീയ ഭക്തി അല്ല. സാഹചര്യങ്ങൾ എങ്ങനെയായാലും ശരി, ആർക്കും എടുത്തുമാറ്റുവാൻ കഴിയാത്തതായ ദൈവിക സമാധാനവും ഉറപ്പും സ്വസ്ഥതയും നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നീ കർത്താവിൻ്റെ സാന്നിധ്യത്താൽ നിറയപ്പെട്ടവനാണെന്നാണ് അർത്ഥം. അതുകൊണ്ട് ഈ അന്ത്യകാലത്ത് അങ്ങനെയുള്ളതായ ഒരു ജീവിതം നമുക്ക് ഉണ്ടായിരിക്കണം. ദയവ് ചെയ്ത് തലകളെ വണക്കുക, പ്രാർത്ഥിക്കാം. അടിതെറ്റിപ്പോയതായ ഒരു വിശ്വാസമാണോ നിനക്കിപ്പോൾ ഉള്ളത്? അതോ എന്തോ ആവശ്യത്തിന് വേണ്ടി വിശ്വസിക്കുന്നതായ ഒരു വിശ്വാസമാണോ നിനക്ക് ഉള്ളത്? അതോ
ദൈവമുണ്ട് എന്നും സ്വർഗം ഉണ്ട് എന്നും കർത്താവിന്റെ മക്കളായി ലോകത്തിൽ ജീവിക്കുന്നത് വലിയൊരു സാക്ഷ്യമാണെന്നും ആ കർത്താവ് നമ്മെ ഒരിക്കലും കൈവിടുകയില്ലെന്നും അവനുവേണ്ടി കഷ്ടത അനുഭവിക്കുന്നത് നല്ലതാണെന്നും അവനുവേണ്ടി പരീക്ഷ അനുഭവിക്കുന്നത് നല്ലതാണെന്നും എന്തെല്ലാം പ്രതികൂലങ്ങൾ ജീവിതത്തിൽ വന്നാലും ശരി എന്നെ ഉപേക്ഷിച്ചു കളയാത്ത ഒരു കർത്താവ് ഉണ്ടെന്നും ഉള്ള കാര്യം വിശ്വസിക്കുന്നുണ്ടോ? ഒരു നിമിഷം നിന്നെ തന്നെ ശോധന ചെയ്യുക. നിന്റെ ഹൃദയത്തിൽ വിശ്വാസമുണ്ടോ? നിന്റെ അന്തരംഗത്തിൽ ദൈവവിശ്വാസമുണ്ടോ? വിശ്വാസത്തിൽ കൂടി ദൈവത്തിന്റെ പ്രവർത്തികൾ നിന്റെ ജീവിതത്തിൽ കാണുവാൻ കഴിയുമോ? ഒരു നിമിഷം ചിന്തിച്ചു നോക്കുക. വിശ്വാസമുണ്ടെങ്കിൽ ഒരു സ്വർഗീയ സിംഹാസനമുണ്ട്. ആ സിംഹാസനത്തിൽ ദൈവം എന്നെയും ഇരുത്തുവാനിടയാകും എന്ന വിശ്വാസം നിനക്കുണ്ടോ? ഈ ലോകത്തിൽ എനിക്ക് എന്തെല്ലാം ഉണ്ടായാലും, ആരെല്ലാം എന്നെ പുകഴ്ത്തിയാലും തള്ളിക്കളഞ്ഞാലും എന്നെ നടത്തുന്ന ഒരു കർത്താവുണ്ട്. അവൻ തന്റെ രാജ്യത്തിന്റെ അവകാശിയായിട്ട് എന്നെ മാറ്റും എന്നുള്ളതായ വിശ്വാസമുണ്ടോ? എന്റെ ദൈവം മതിയായവനാണ്. അവൻ എന്നെ വിടുവിക്കും, അവൻ എന്നെ സഹായിക്കും, അവൻ എന്നെ പരിപാലിക്കും എന്ന വിശ്വാസമുണ്ടോ? ഒരു നിമിഷം നമുക്ക് പരിശോധിക്കാം. എല്ലാവരും ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുക. കർത്താവിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ കർത്താവിനായിട്ട് സമർപ്പിക്കാം. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള കർത്താവേ, നിന്റെ നാമത്തിൽ കൂടി വന്നിരിക്കുന്നതായ ഞങ്ങളെ നീ നോക്കണമേ, ഞങ്ങളെ ദർശിക്കണമേ. ഞങ്ങൾ വിശ്വാസികളാണ് എന്നത് വാസ്തവം തന്നെയാണെന്നാൽ എത്രയോ അവിശ്വാസങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ കൂടുകെട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ വിശ്വാസം പലപ്പോഴും ആടി ഉലയുന്നതാണ്. ഈ ദിവസം ഞങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിക്കുമാറാകണമേ. ലോകത്തെ ജയിക്കുന്ന ഒരു വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. പിശാചിനെ ജയിക്കുന്ന ഒരു വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. സ്വർഗീയ സിംഹാസനങ്ങളെ കാണുവാൻ കഴിയുന്ന ഒരു വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. ജയത്തോടുകൂടി സ്വർഗീയ രാജ്യത്തിൻ്റെ മഹത്വം കാണുവാനുള്ള ആഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയോടൊപ്പമുള്ളതായ നിത്യമായ ഞങ്ങളുടെ വാസം എത്ര ശ്രേഷ്ഠതയുള്ളതാണ് എന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളുടെ ഹൃദയത്തിൽ ഇടപെടണമേ. ഈ ലോകത്തെ ചപ്പെന്നും ചവറെന്നും എണ്ണിക്കൊണ്ട് നിന്നിലുള്ള വിശ്വാസത്തിന് സ്ഥാനം കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ലോകത്തെയും ലോകത്തിന്റെ കാര്യങ്ങളെയും സ്നേഹിക്കാതിരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. ദൈവം ശില്പിയായിട്ട് നിർമ്മിച്ചിരിക്കുന്നതായ ആ സ്വർഗീയ പട്ടണത്തിനു വേണ്ടി കാത്തിരിക്കുന്നവരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ലോകത്തിനുള്ളവരല്ല എന്നും ഞങ്ങളുടെ പൗരത്വം സ്വർഗത്തിലായിരിക്കുന്നുവെന്നും വിശ്വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ലോകത്തിൽ ഞങ്ങൾ യാത്രക്കാരായിരിക്കുന്നു. ആ സത്യം മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ലോകത്തിലായിരിക്കുന്നിടത്തോളം കാലം നിന്റെ സാക്ഷിയായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ ശക്തിയെയും നിന്റെ സ്നേഹത്തെയും നിന്നിൽ വിശ്വസിക്കുന്നവർക്ക് ഈ ലോകത്തിൽ ലഭിക്കുന്ന സകല അനുഗ്രഹത്തെക്കുറിച്ചും മനസ്സിലാക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നതായ സകലരെയും നീ ദർശിക്കുമാറാകണമേ. എനിക്കിനി വിടുതൽ ലഭിക്കില്ലേ? എനിക്കിനി സൗഖ്യം ലഭിക്കില്ലേ? എൻ്റെ ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാവുകയില്ലേ? എൻ്റെ മകനൊരു മാറ്റമുണ്ടാകില്ലേ? എൻ്റെ ഭർത്താവിനൊരു മാറ്റമുണ്ടാകില്ലേ? എൻ്റെ ഭർത്താവിന് മദ്യപാനത്തിൽ നിന്ന് വിടുതലുണ്ടാകില്ലേ? എത്രയോ കാലമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ പ്രാർത്ഥനയ്ക്കിനി മറുപടി ലഭിക്കുകയില്ലേ എന്ന് പറഞ്ഞ് വേദനിക്കുന്ന ആളുകളെ നീ ദർശിക്കണമേ. അവരുടെ വിശ്വാസത്തെ നീ വളർത്തുമാറാകണമേ. കർത്താവേ, അത്ഭുത കാര്യങ്ങൾ നടത്തേണമേ. ഇന്ന് മദ്യപാനിയായിരിക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവർക്ക് വലിയ വിടുതലുണ്ടാകുമാറാകട്ടെ. ദുർനടപ്പെന്ന പാപത്തിന് അടിമപ്പെട്ടിട്ട് എയ്ഡ്സ് പോലുള്ള രോഗങ്ങളാൽ ബാധിക്കപ്പെട്ട് ആരോടും പറയുവാൻ പോലും കഴിയാതെ ഭാരത്തോടെ ആയിരിക്കുന്നവർ ഉണ്ടെങ്കിൽ ഈ ദിവസം നിന്നിലുള്ള വിശ്വാസം കാരണമായിട്ട് അവരുടെ ജീവിതത്തിൽ നടക്കുന്നതായ വിടുതൽ അനുഭവിക്കുവാൻ തക്കവണ്ണം ആ വ്യക്തികളെ നീ സഹായിക്കുമാറാകണമേ. നിന്നിൽ പൂർണ്ണ വിശ്വാസമുള്ളവരായിട്ട് ഞങ്ങളെ മാറ്റിയെടുത്തുകൊണ്ട് നിന്റെ രാജ്യത്തിന് കൊള്ളാവുന്നവരായിട്ട് ഞങ്ങളെ എല്ലാവരെയും മാറ്റിയെടുക്കുമാറാകണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ,
യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും യേശുവേ 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 യേശുവേ